പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണിയുടെ കാര്യത്തിൽ താൻ എടുത്ത തീരുമാനം നടപ്പിലാക്കുന്നതിനായി ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ ക്രിഷ്. ഇതിന്റെ ഭാഗമായി ഒടുവിൽ വരുൺ വിവാഹത്തിന്റെ ദിവസം കുറിച്ച അന്ന് തന്നെ തന്റെ വിവാഹം നടത്തണം എന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ്. മാത്രവുമല്ല, ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായ വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് കൺമണിയെ വിളിച്ചിറക്കി പോകുന്നത്. കൺമണി, നീ എൻ്റെ കൂടെ ഇപ്പൊ വരണം. കൂടുതലൊന്നും എനിക്ക് നിന്നോട് പറയാനില്ല. എന്താ, നിനക്ക് വരാൻ സാധിക്കുമോ? ഞാൻ തയ്യാറാണ്. ക്രിഷ് സാർ വിളിച്ചാൽ എവിടേക്ക് വേണമെങ്കിലും ഞാൻ വരും. എനിക്ക് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വരൂ ക്രിഷ് സാർ, നമുക്ക് പോകാം. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് വരുണാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. വരുൺ ഇതിലിടപെടാൻ ശ്രമിക്കുന്നുവെങ്കിലും പോലീസുകാർ ഇതിനിടയിലേക്ക് കയറി വന്നിരിക്കുകയാണ്. അവൾ പ്രായപൂർത്തിയായ പെണ്ണാണ്. അവൾക്ക് അവളുടേതായ തീരുമാനം എടുക്കുന്നതിനായി പൂർണ്ണ അവകാശമുണ്ട്. വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതോടെ വരുണാകെ ചമ്മിപ്പോവുകയാണ്. ഇത് കണ്ട് ക്രിഷ് ആകട്ടെ കൺമണിയുടെ കൈ പിടിച്ച് തിരികെ വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു. ഈ കാര്യം അംഗീകരിക്കുന്നതിനായി സാധിക്കാത്ത അവസ്ഥയാണ് വരുണിന്. ഇതേ തുടർന്ന് വീട്ടിലേക്ക് എത്തുന്ന ക്രിഷ് സാഗറിനോടും സുജയോടും ആന്റിയമ്മയോടും കാര്യങ്ങൾ തുറന്നു പറയുന്നു. കൺമണി ഇനി മുതൽ എൻ്റെ ഭാര്യയായി ഈ വീട്ടിൽ കാണും. മറ്റൊരു പെൺകുട്ടിയെ എൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് കാണാൻ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം തുറന്നു പറയുന്നത്. ഇവളെ ഞാൻ പണ്ടേ താലി കെട്ടിയതാണ്. ഇനി മുതൽ ഇവൾ എൻ്റെ കൂടെ തന്നെ കാണും, എൻ്റെ ഭാര്യയായി ഈ വീട്ടിൽ. ആ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കേട്ടതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ ആന്റിയമ്മയും സാഗറും. ഇതോടെ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന അവർ ഒടുവിൽ കൺമണിയെ വീട്ടിലേക്ക് കയറ്റാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. സാഗർ ഇരു കൈയും നീട്ടിക്കൊണ്ടാണ് സ്വീകരിക്കുന്നത്. കൺമണിയുടെ ടാലന്റും എല്ലാം എനിക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ തീരുമാനമെടുത്തത് എന്ന് സാഗർ തുറന്നു പറയുന്നു. ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ധൈര്യമായി വരൂ, നിനക്ക് ഈ വീട്ടിൽ താമസിക്കാം. ഈ ഒരു തീരുമാനം സാഗർ എടുത്തത് ആന്റിയമ്മയ്ക്ക് തിരിച്ചടിയാകുന്നു. മാത്രവുമല്ല, സാഗറിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ സുജയും. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.